ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വളരെ സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു തിരുനാളാണല്ലോ ഈസ്റ്റർ. ആ ഈസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഞായറാഴ്ച തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ സന്തോഷങ്ങളും പ്രത്യാശകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനൊപ്പം തന്നെ ചില പ്രതിസന്ധികൾ, വേദനകൾ, പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വലിയ സന്തോഷങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ദുഃഖങ്ങളും പോരായ്മകളുമൊക്കെ നൈമിഷികമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം നിറഞ്ഞു നിൽക്കും. നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷിക്കാൻ മാത്രമുള്ളതല്ല. ചില ദുഃഖങ്ങൾ, ചില വേദനകളൊക്കെ ഉണ്ടാകും. ആ വേദനകളെ സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുമ്പോഴാണ് വലിയ സന്തോഷം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ 4 വായനകളിൽ 4 പ്രധാനപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ അനുയായികൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഉപദേശം. രണ്ടാമത്തെ വായനയിൽ ഏലിയാസർ എന്ന വലിയ വ്യക്തി തൻ്റെ അനുയായികൾക്ക് നൽകുന്ന ഉപദേശം. മൂന്നാമത്തെ വായനയിൽ പത്രോസ്ലീഹ തൻ്റെ അജഗണത്തിന് നൽകുന്ന ഉപദേശം. സുവിശേഷത്തിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ. ഈ 4 ഉപദേശങ്ങളിലും സഭ പ്രത്യേകമായിട്ട് കരുതുന്ന ചില വചനങ്ങൾ ഇപ്രകാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ അവിടെ ഒന്നും നിങ്ങൾ തളർന്നു പോകരുത്. വലിയ സന്തോഷത്തിന് വേണ്ടി, വലിയ നന്മയ്ക്ക് വേണ്ടി ഈ ദുഃഖങ്ങളെയും ഈ പ്രയാസങ്ങളെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിക്കണം. കുരിശുകൾ കൂടാതെ, സഹനങ്ങൾ കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ വായനയിൽ മോശ ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് നിങ്ങളെ വഴി നടത്തിയതെന്ന് നിങ്ങളെപ്പോഴും ഓർക്കണം. 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് പല പ്രതിസന്ധികളും വേദനകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൂടെ അവൻ എപ്പോഴും സഞ്ചരിച്ചിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും പാനീയങ്ങളുമൊക്കെ അവൻ നൽകിയിരുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ കീറിപ്പോവുകയോ നിങ്ങളുടെ കാലുകൾക്ക് തളർച്ചയുണ്ടാകുകയോ ചെയ്തിട്ടില്ലെന്ന് മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നുണ്ട്. മോശയെയും ദൈവത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവരുടെ വേദനകളിൽ, സങ്കടങ്ങളിലൊക്കെ. പക്ഷേ ഒരിക്കലും ദൈവം അവരെ കൈവിട്ടിട്ടില്ല, അവരുടെ കൂടെയുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ചില പ്രതിസന്ധികൾ, ചില വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേലായിട്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കാലുകൾ തളർന്നു പോകാതെ, നമ്മുടെ ഭക്ഷണവും പാനീയവും നഷ്ടപ്പെട്ടു പോകാതെ അവനെപ്പോഴും നമുക്ക് സംരക്ഷണം നൽകി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. മോശ ഇസ്രായേൽക്കാരോട് പറയുകയാണ്: ഇനി നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന ദേശത്ത് നിങ്ങൾക്ക് എല്ലാം ധാരാളമായി ലഭിക്കും. നല്ല ഭക്ഷണവും നല്ല പാനീയങ്ങളും ഫലപുഷ്ടിയുള്ള വത്സരവും മണ്ണുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ സഹനത്തിനും ഓരോ വേദനയ്ക്കും അപ്പുറം നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. സഹനങ്ങളിൽ തകർന്നു പോകാതെ മുമ്പോട്ടുള്ള നന്മയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മക്കബയർക്ക് എഴുതിയ 2-ാം പുസ്തകത്തിൽ ഏലിയാസർ എന്ന വലിയൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടു കൂടി നേരിടുകയാണ്. ഒരു വലിയ പാപം ചെയ്യുവാനായിട്ട് ഒത്തിരിയേറെ ആളുകൾ അവനെ നിർബന്ധിക്കുമ്പോൾ
ഈ പ്രായത്തിൽ ഞാൻ ദൈവത്തിനെതിരായി തിന്മ ചെയ്തുകൊണ്ട് എൻ്റെ അനുയായികൾക്കൊരു ദുർമാതൃകയാകുകയില്ലെന്ന് പറഞ്ഞ് അവൻ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. എലിയാസർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഒരല്പം ആയുസ്സിന് വേണ്ടി എനിക്ക് തിന്മ ചെയ്ത് മാനുഷികമായ ചില നന്മകൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീതീകരണം കിട്ടത്തില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ഓടി ഒളിക്കുവാൻ സാധിക്കുകയില്ലെന്ന് പറയുന്നുണ്ട്. തിന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടുകൂടി സഹിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അനേകം ആളുകൾക്ക് അവൻ വലിയ മാതൃകയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ നമുക്കും ഒന്ന് ആത്മപരിശോധന ചെയ്യാം. തിന്മയിൽ നകന്ന് നന്മ ചെയ്തുകൊണ്ട് ചില സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനായി ഒരു നല്ല ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താം. ഇനിയുള്ള ഈ നോമ്പിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തിന്മയെ ഉപേക്ഷിച്ച് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പത്രോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട അജഗണങ്ങളോട് പറയുകയാണ്, കർത്താവിനെ പ്രതി ചില സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളൊരിക്കലും പരിഭ്രമിക്കരുത്, മറിച്ച് സന്തോഷത്തോടുകൂടി ആ സഹനങ്ങൾ ഏറ്റെടുക്കുവിൻ, ക്രിസ്തുവിൻ്റെ കുരിശ് വഹിക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ഇനി പീഡകൾ സഹിക്കുകയും പുരോഹിതന്മാർക്കും നിയമപണ്ഡിതന്മാർക്കും ഏൽപ്പിക്കപ്പെട്ട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അല്പം വേദനയുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പത്രോസ്ലീഹ വന്ന് തടസ്സം പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പത്രോസ്ലീഹയോട് പറയുകയാണ്, നിൻ്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല. പൈശാചിക ശക്തികളാണ് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്നത്. സാത്താനെ, നീ എന്നിൽ നിന്ന് ഓടിയകലുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹയുടെ ഈ ചിന്തയെ ഈശോ മാറ്റിക്കളയുകയാണ്. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എന്നെ അവൻ അനുഗമിക്കട്ടെ, ബാക്കിയെല്ലാം ഉപേക്ഷിക്കണം, കുരിശുകൾ വഹിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ബാക്കിയെല്ലാം നേടിയെടുക്കുകയും ദൈവത്തെ നഷ്ടപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമുക്ക് എന്ത് പ്രയോജനം? ഈ നോമ്പിൻ്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളരാതെ തമ്പുരാനോട് ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനകളിൽ, വചനവായനകളിൽ, വിശുദ്ധ കുർബാനകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മളെ തന്നെ തമ്പുരാന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സങ്കടങ്ങളും വേദനകളും പീഡകളും ഒക്കെ അനുഭവിച്ചെങ്കിൽ ആ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും പോരായ്മകളെയും ഒക്കെ സന്തോഷത്തോടെ ഞാൻ ചേർത്ത് വയ്ക്കുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ വലിയ പീഡകൾ, ആ വലിയ സഹനങ്ങൾ നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്ക് തിരിച്ചറിയാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി കഴിപ്പിച്ച നല്ല തമ്പുരാനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദുഃഖവിളിക്കും അപ്പുറം 2 നാളുകൾക്ക് ശേഷം ഉയർപ്പിൻ്റെ വലിയ സന്തോഷം നമ്മെ കാത്തിരിപ്പുണ്ടെന്നുള്ള വലിയ ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും നന്നായി അനുഗ്രഹിക്കും നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ചോദിച്ചു വാങ്ങാം. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.